AI can also contribute to drug discovery and development. We can expect a strong impact of artificial intelligence. It is, however, generally believed. I was talking about Moore's law. The technology is ready. What is the impact currently having and the future impact of AI? And also, what was its evolution? What is the history? By means of the introduction of machine learning. ഞാനിങ്ങനെ ഓർത്തു ഈ ടെക്നോളജിയുടെ ഒരു ഇമ്പാക്റ്റ്, അതായത് നമ്മുടെ ഒരു നാട്ടിൽ ഒരു മനുഷ്യൻ വെള്ളത്തിനെ കൈകാര്യം ചെയ്യുന്ന സമയം അതെങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് വിശദീകരിക്കുകയുമാണ് ഇതുവരെ ചെയ്തു പോന്നിരുന്നത്. പക്ഷെ ഇപ്പോൾ അതങ്ങനെ കൃഷി രീതി അമാതിരിയുള്ള കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക, ആരോഗ്യ ശീലങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ള ലളിതമായ പ്രവർത്തനമായിരുന്നു. ശാസ്ത്രം എന്നത് അറിവാದ അർത്ഥത്തിലാണ്, അവർ ഉത്പാദിപ്പിക്കുന്ന രീതി എന്ന അർത്ഥത്തിലാണ്. ആ അറിവിനെ ഒരു സാമൂഹിക മാറ്റുന്ന ആളുകൾക്ക് ഒരു വശത്തും എന്ന് ലോകം ഭയപ്പെടുമ്പോൾ എവിടെ അതിന് ചോദിക്കും. അതുകൊണ്ട് തന്നെ ഈ സെമിനാർ വിജയിപ്പിക്കുവാൻ വേണ്ടി transformation is very, and they are trying to find out that the application of access to the technology is very much limited to application AI ചെയ്യാൻ നിങ്ങൾക്കൊക്കെ പറ്റും. കുറേ ആയിട്ട് AI വളരെയാണ് എനിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു കമ്പനി. കഴിഞ്ഞ ആഴ്ച ഒരു വാർത്തയുണ്ട്, ഡിലേ ചെയ്തു, അതിന്റെ പ്രൊഡക്ഷൻ ഡിലേ ചെയ്തു. വിഷമിപ്പിച്ച കാര്യം ഓൾറെഡി ശ്രമിച്ചത് വിഷൻ എംപയർഡ് ആയിട്ടുള്ള ആൾക്കാർ വഴി വെദർ ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് ഒരു വൈഡ് പോപ്പുലേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഏതെങ്കിലും തരത്തിൽ അവരുടെ വെരി ഗുഡ്. നമ്മുടെ ഇതുവരെ നമ്മുടെ പിടിതരാത്ത ഒരു സബ്ജക്ട് ആയതുകൊണ്ട് ഞങ്ങൾ സ്വയം ബിൽഡ് ചെയ്തൊരു കാര്യമാണ്. അതൊക്കെ നല്ലൊരു കാര്യമാണ് ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർക്ക് പാവപ്പെട്ട ആൾക്കാർ കുറെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഇതേമാതിരി എന്തെങ്കിലും ചെയ്യാനും ഇതേമാതിരി അവതരിപ്പിക്കാനും അവർക്കൊന്നും ആഗ്രഹം ഉണ്ടാവും. പക്ഷെ കുറെ ഒരുപാട് ശൈലിയാണ് അത് നമ്മൾ ചരിത്രപരമായിട്ട് നോക്കുമ്പോൾ നമുക്ക് ഒരു പക്ഷേ മറ്റൊരു സൗകര്യം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ബദലുകളെ കുറിച്ചുള്ള അന്വേഷണം വളരെ പെട്ടെന്ന് സാധ്യമാണ്. ഇതിന് മുമ്പ് ഇതിനെക്കുറിച്ച് ഒരു തത്വജ്ഞന്റെ വാക്കുകളാണ്. അതുകൊണ്ട് തന്നെ ചരിത്രപരമായിട്ടുള്ള വിമർശനാത്മകം അല്ലെങ്കിൽ ക്രിട്ടീക്ക് എന്ന ഒരു പരാമർശമായിട്ടാണ് തോന്നുന്നത്. പക്ഷെ അത് വളരെ ആകർഷകമായിട്ട് ChatGPT in academic research by UNESCO, then you will get a 16-page small booklet. So a lot of concerns. That is the LLM pole, ChatGPT pole, because I can read at a very very fast rate because it's a trained model. It can read very fast. Direction is currently using a model called as heliograph. Hospital പോലും ചെയ്യുന്നുണ്ട് കസ്റ്റമൈസ്ഡ്. സാധാരണ കുറയുമെന്ന് വിചാരിക്കുന്നു. പക്ഷെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യന്റിനെ സംബന്ധിച്ച് 1 മണിക്കൂറിന് സർജറി കഴിയും. ജോയിന്റ് ആണ്. നോർമലി they will get that movement. സോഷ്യൽ ഇമ്പാക്ട് എന്ന് പറയുന്നത് നമ്മുടെ പിന്നെ വേറൊരു ഡൊമൈൻ ക്വസ്റ്റ്യൻ ആണ് എയുടെ സ്റ്റഡി അറിയണത്. ഇപ്പോൾ കുറേ ഫസ്റ്റ് ചോയ്സ് എന്ന് പറഞ്ഞാൽ കുറേ റാപ്പേഴ്സ് വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ആർട്ടിക്കിൾസും ഒക്കെ കണ്ടിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ ആൻഡ് അക്കാഡമിക് റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ് and frequently, hence we the HG Universities Kerala Shastra Sahitya Parishad as a seminar on the future prospectors and the society. And in spite of all his busy schedule, ശാസ്ത്ര സാഹിത്യ കൃഷിക്ക് ശ്രീജിത് നാട്ടൻ, സംപ്രീത്, so next is for the next for as a recommend I invite as a representative of School of Computer Sciences